എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വർക്ക് പ്ലംബിങ്ങിൻ്റെ ഒരു വർക്കായിരുന്നു. ഈ ഒരു വീടിൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കിലാണ് നമ്മൾ. അപ്പോൾ നിലവിൽ ഇവിടെ ആദ്യമേ തന്നെ ബാത്റൂം ചാർജ് ചെയ്തിട്ട് പോയതാണ് ഇത് കൺസീൽ ചെയ്ത സമയത്ത്. കാരണം 4 ഇറക്കി ബാത്റൂം ചാർജ് ചെയ്തിട്ട് ടൈൽ ഒട്ടിക്കാനായിട്ട്. ഇവിടെ സെപ്റ്റി ടാങ്ക് കുഴികൾ കാര്യങ്ങൾ വയ്ക്കാൻ ഒരു ഡിലേ ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ വർക്ക് തീർത്തിട്ട് പിന്നെ ഗ്രൗണ്ട് വർക്ക് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ട് വർക്കിന് വേണ്ടി വന്നിട്ട് 4 ഇഞ്ചും 2.5 ഇഞ്ചും അതേപോലെ നമുക്ക് വാട്ടർ ലൈന് 3 ഇഞ്ച് എല്ലാം ഇതിൽ കൂടെ ഇവിടെ ആകെ ചുരുങ്ങിയ സ്പേസ് ഉള്ള ഒരു കൺജസ്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മാക്സിമം എല്ലാം പൈപ്പും കൊള്ളിക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ 4 ബാത്റൂം വരുന്നത്, പിന്നെ ഇവിടെ 4 ഇഞ്ച്, പിന്നെ ഒരു CPC അടിച്ചിറക്കുന്ന സോളാർ ലൈൻ ഒരെണ്ണം, മൊത്തത്തിൽ സോളാർ ഹീറ്റർ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൈൻ ഇറക്കിയേക്കുന്നത്. പിന്നെ സെപ്റ്റി ടാങ്ക് ആ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഈ ഒരു 3 ഇഞ്ച് നമ്മൾ ഇട്ടേക്കുന്നത് ഇവിടുത്തെ റെയിൻ വാട്ടർ റോട്ടിലേക്ക് കളയാൻ പാകത്തിനാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 3 പോർഷനിലായിട്ട് റെയിൻ വാട്ടർ ഉണ്ട്. അപ്പോൾ ആ റെയിൻ വാട്ടർ നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. പിന്നെ 4 ഇഞ്ച് സെപ്റ്റി ടാങ്ക് ഒരു പോർഷനിലാണ്, അപ്പോൾ അത് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ലൈനാണ് വന്നേക്കണത്. അങ്ങനെ ഈ 4 പൈപ്പുകളാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. പിന്നെ CPVCക്ക് സെപ്പറേറ്റ് വാട്ടർ ഹീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, സോളാർ ഹീറ്റർ കൂടാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർ ഹീറ്ററിനും പോയിന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ സോളാറിന് ഒരു ഒറ്റ ഹീറ്റർ വെക്കാനും നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 2 ദിവസമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കെ ഗൈസ്.